അതെ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. ഏറ്റവും ചെറിയ വോട്ടിന് ജയിച്ച ഒരാൾ പിന്നെ ആ ഭൂരിപക്ഷം ഏറ്റവും വലുതാക്കിയതിലെ ഹിസ്റ്ററി ആയിരിക്കും, അതിന്റെ ചരിത്രമായിരിക്കും പെരിന്തൽമണ്ണയിൽ പിറക്കാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു MLA പ്രവർത്തനത്തിന്റെ ഹാൻഡ് ബുക്കാണ് നജീബ് കാന്തപുരം എന്നുള്ള ഈ ജനപ്രതിനിധി. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പല സ്ഥലങ്ങളിലും ചെന്നു. അവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികൾ, ചില നിലവിലുള്ള MLA പോലും ചിലരൊക്കെ അടുത്ത 5 വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റിൽ നജീബ് കാന്തപുരത്തിന്റെ റെഫറൻസ് ആണ്. ഇവിടെ തുടങ്ങിയതുപോലെ അക്കാഡമി തുടങ്ങും എന്ന് വരെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഏതൊരു MLAക്കും തൻ്റെ ആദ്യത്തെ ടേമിൽ, പ്രതിപക്ഷത്തായിട്ട് പോലും ആദ്യത്തെ ടേമിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ മറ്റൊരു ജനപ്രതിനിധി ഉണ്ടാവില്ല. ഇനി ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വരാൻ പോവാണ്. അത് പെരിന്തൽമണ്ണയുടെ വികസന കാര്യങ്ങളുടെ സുവർണ കാലമായിരിക്കും. നജീബ് കാന്തപുരം റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നിയമസഭയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാർത്തകൾ ഞാനും കണ്ടു. എല്ലാ നിയമ നടപടികളും പോലീസ് സ്വീകരിക്കട്ടെ. ഒരു തരത്തിലുള്ള സംരക്ഷണവും പാർട്ടി ഒരുക്കുന്നില്ല. ലീഗൽ പ്രൊസീജിയേഴ്സിന് വേറെ സംരക്ഷണമോ തടസ്സമോ ഒന്നും തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പൊതുപ്രവർത്തനത്തിനാണ് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചൂഴ്ന്നു നോക്കാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് നിയമപരമായ എന്താണോ നടപടികൾ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതിലൊരു തടസ്സവുമില്ല. പാർട്ടിയും നടപടി എടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമൊന്നും അല്ലാതെ അവിടുത്തെ ജനതയ്ക്ക് നന്നായിട്ട് അറിയാം ആരൊക്കെ തമ്മിലാണ് മത്സരം, ആരാണ് ജയിക്കേണ്ടത്. പിഷാരടി ജയിച്ച് നിയമസഭയിൽ എത്തിയിരിക്കും.